എവരിഡേ കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന PSC എക്സാമുകൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അടുത്തിടെ ഭൗമ സൂചിക പദവി ലഭിച്ച ലക്കഡോങ് മഞ്ഞൾ ഏതു സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? ഉത്തരം മേഘാലയ. അടുത്തിടെ ഭൗമ സൂചിക പദവി ലഭിച്ച ലക്കഡോങ് മഞ്ഞൾ ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? ഉത്തരം മേഘാലയ. അടുത്ത ചോദ്യം, ലോകത്താദ്യമായി നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയുള്ള സുപ്രധാന നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചത് യൂറോപ്യൻ യൂണിയൻ ആണ്. ലോകത്താദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയുള്ള സുപ്രധാന നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചത് യൂറോപ്യൻ യൂണിയൻ ആണ്. അടുത്ത ചോദ്യം, ലോകാരോഗ്യ സംഘടന ശ്രവണ കാഴ്ച സഹായികൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ പ്രവർത്തന രേഖ തയ്യാറാക്കുന്നതിനായി തിരഞ്ഞെടുത്ത 16 ഭാഷകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ഭാഷ മലയാളം. ലോകാരോഗ്യ സംഘടന ശ്രവണ കാഴ്ച സഹായികൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ പ്രവർത്തന രേഖ തയ്യാറാക്കുന്നതിനായി തിരഞ്ഞെടുത്ത 16 ഭാഷകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ഭാഷയാണ് മലയാളം. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമം കേരള പൊതുജനാരോഗ്യ നിയമം 2023. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമം കേരള പൊതുജനാരോഗ്യ നിയമം 2023. രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിന് വേദിയാകുന്നത് ദുബായ്. രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിന് വേദിയാകുന്നത് ദുബായ് ആണ്. അടുത്ത ചോദ്യം, സമഗ്രമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ കേരളവുമായി ഇന്നൊവേഷൻ ഇടനാഴി ആരംഭിക്കുന്ന രാജ്യം ഫിൻലാൻഡ്. സമഗ്രമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ കേരളവുമായി ഇന്നൊവേഷൻ ഇടനാഴി ആരംഭിക്കുന്ന രാജ്യം ഫിൻലാൻഡ്. അടുത്ത ചോദ്യം, 2023 നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായത് ഭോപ്പാൽ. 2023 നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായത് ഭോപ്പാലാണ്. അടുത്ത ചോദ്യം, 2023 ലോകകപ്പ് ഹോക്കി ജേതാക്കൾ? ഉത്തരം ജർമ്മനി. 2023 ലോകകപ്പ് ഹോക്കി ജേതാക്കൾ ജർമ്മനിയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ചാമ്പ്യൻ ആര്യന സബലങ്ക. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ചാമ്പ്യൻ ആര്യാന സബലങ്ക. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേര്? ഉത്തരം അമൃത് ഉദ്യാൻ. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2022 സർ ഗ്യാരി ഫീൽഡ് സോബേഴ്സ് പുരസ്കാരം നേടിയ താരം ബാബർ അസം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2022 സർ ഗ്യാരി ഫീൽഡ് സോബേഴ്സ് പുരസ്കാരം നേടിയ താരം പാകിസ്ഥാന്റെ ബാബർ അസമാണ്. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം പദ്ധതി ആരംഭിച്ച ജില്ല ആലപ്പുഴ ജില്ലയാണ്. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം പദ്ധതി ആരംഭിച്ച ജില്ല ആലപ്പുഴ ജില്ല. കുടുംബശ്രീയുടെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച അയൽക്കൂട്ട സംഗമം ചുവട്. കുടുംബശ്രീയുടെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച അയൽക്കൂട്ട സംഗമമാണ് ചുവട്. കേരളത്തിൽ നടപ്പാക്കിയ മന്ദഹാസം പദ്ധതി ഏതു പേരിലാണ് തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കുന്നത്? ഉത്തരം പുന്നകൈ. കേരളത്തിൽ നടപ്പിലാക്കിയ
മന്ദഹാസം പദ്ധതി ഏത് പേരിലാണ് തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കുന്നത്? ഉത്തരം പുന്നകൈ. കേരളത്തിലെ ആരോഗ്യ വകുപ്പും സാമൂഹിക നീതി വകുപ്പും ചേർന്ന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൃത്രിമ പല്ലുകൾ വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. ഈ പദ്ധതി തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കുന്നത് പുന്നകൈ എന്ന പേരിലാണ്. അടുത്ത ചോദ്യം, മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല വയനാട് ജില്ല. മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട് ജില്ല. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച P.K. നാരായണൻ നമ്പ്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കൂടിയാട്ടം. അടുത്തിടെ അന്തരിച്ച P.K. നാരായണൻ നമ്പ്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കൂടിയാട്ടം. നയി സോച്ച് നയി കഹാനി എന്ന റേഡിയോ പരിപാടി അവതരിപ്പിക്കുന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. നയി സോച്ച് നയി കഹാനി എന്ന റേഡിയോ പരിപാടി അവതരിപ്പിക്കുന്ന കേന്ദ്രമന്ത്രിയാണ് സ്മൃതി ഇറാനി. നിലവിലെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ് മന്ത്രിയും ന്യൂനപക്ഷകാര്യ മന്ത്രിയുമാണ് സ്മൃതി ഇറാനി. കൗമാരക്കാരെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്ന് തടയുന്നതിനായി തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി റീച്ച്. കൗമാരക്കാരെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്ന് തടയുന്നതിനായി തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് റീച്ച്. വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി നൽകിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനികളുടെ പട്ടികയിൽ ആദ്യ 100-ൽ ഉൾപ്പെട്ട ഒരേ ഒരു ഇന്ത്യൻ കമ്പനി ടാറ്റ ഗ്രൂപ്പ്. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനികളുടെ പട്ടികയിൽ ആദ്യ 100-ൽ ഉൾപ്പെട്ട ഒരേ ഒരു ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ്. പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് ആമസോണും 2-ാം സ്ഥാനത്തെത്തിയത് ആപ്പിളുമാണ്. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനികളുടെ പട്ടികയിൽ ആദ്യ 100-ൽ ഉൾപ്പെട്ട ഒരേ ഒരു ഇന്ത്യൻ കമ്പനി ടാറ്റ ഗ്രൂപ്പാണ്. പട്ടികയിൽ 1-ാം സ്ഥാനത്ത് വന്നത് ആമസോൺ ആണ്, 2-ാം സ്ഥാനത്ത് ആപ്പിൾ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം? ഉത്തരം ശുഭ്മാൻ ഗിൽ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇന്ത്യയുടെ ശുഭ്മാൻ ഗിൽ. ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന 5-ാമത്തെ ഇന്ത്യൻ താരമാണ് ശുഭ്മാൻ ഗിൽ. ന്യൂസിലൻഡിനെതിരെയായിരുന്നു ഗിൽ ഇരട്ട സെഞ്ചുറി നേടിയത്. കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിതനായത് KV തോമസ്. കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിതനായത് KV തോമസ് ആണ്. മിസ് യൂണിവേഴ്സ് 2022 കിരീട ജേതാവ് ആർബോണി ഗബ്രിയേൽ. മിസ് യൂണിവേഴ്സ് 2022 കിരീട ജേതാവ് ആർബോണി ഗബ്രിയേൽ. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം ജില്ല. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം ജില്ല. 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരെയും ഭരണഘടനയുടെ മൂല്യങ്ങളെക്കുറിച്ചും മറ്റും ബോധവൽക്കരിക്കുന്നതിനായി ആരംഭിച്ച ദ സിറ്റിസൺ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൊല്ലം ജില്ല ഈ നേട്ടം കൈവരിച്ചത്. ഇന്ന് പഠിച്ച 25 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. അടുത്തിടെ ഭൗമ സൂചിക പദവി ലഭിച്ച ലക്കഡോങ് മഞ്ഞൾ ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? മേഘാലയ. ലോകത്താദ്യമായി നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയുള്ള സുപ്രധാന നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചത് യൂറോപ്യൻ യൂണിയൻ. ലോകാരോഗ്യ സംഘടന ശ്രവണ കാഴ്ച സഹായികൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ പ്രവർത്തന രേഖ തയ്യാറാക്കുന്നതിനായി തിരഞ്ഞെടുത്ത 16 ഭാഷകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ഭാഷ മലയാളം. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമം കേരള പൊതുജനാരോഗ്യ നിയമം 2023. രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിന് വേദിയാകുന്നത് ദുബായ്. സമഗ്രമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ കേരളവുമായി ഇന്നവേഷൻ ഇടനാഴി ആരംഭിക്കുന്ന രാജ്യം ഫിൻലാൻഡ്.
2023 നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായത് ഭോപ്പാൽ. 2023 ലോകകപ്പ് ഹോക്കി ജേതാക്കൾ ജർമ്മനി. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ചാമ്പ്യൻ ആര്യന സബലങ്ക. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2022 സർ ഗാരി ഫീൽഡ് സോബേഴ്സ് പുരസ്കാരം നേടിയ താരം ബാബർ അസം. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം പദ്ധതി ആരംഭിച്ച ജില്ല ആലപ്പുഴ. കുടുംബശ്രീയുടെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച അയൽക്കൂട്ട സംഗമം ചുവട്. കേരളത്തിൽ നടപ്പിലാക്കിയ മന്ദഹാസം പദ്ധതി തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കുന്നത് പുന്നകൈ എന്ന പേരിൽ. മുഴുവൻ ഗോത്രവർഗക്കാർക്കും ആവശ്യരേഖകൾ ഉറപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല വയനാട് ജില്ല. അടുത്തിടെ അന്തരിച്ച PK നാരായണൻ നമ്പ്യാർ ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടം. നയി സോച്ച് നയി കഹാനി എന്ന റേഡിയോ പരിപാടി അവതരിപ്പിക്കുന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. കൗമാരക്കാരെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്ന് തടയുന്നതിനായി തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി റീച്ച്. വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി നൽകിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനികളുടെ പട്ടികയിൽ ആദ്യ 100-ൽ ഉൾപ്പെട്ട ഒരേ ഒരു ഇന്ത്യൻ കമ്പനി ടാറ്റ ഗ്രൂപ്പ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ശുഭ്മാൻ ഗിൽ. കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിതനായത് KV തോമസ്. മിസ് യൂണിവേഴ്സ് 2022 കിരീട ജേതാവ് ആർബോണി ഗബ്രിയേൽ. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം ജില്ല. അപ്പോൾ ഇന്ന് പഠിച്ച ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഉപകാരപ്രദമായ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.